വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു എന്നതാണ്. അനിൽ വാസുദേവ് വിശദാംശങ്ങളുമായുണ്ട്. അനിൽ, നേരത്തെ തന്നെ ഇത്തരം വാർത്ത പുറത്തു വന്നതാണ്. BCCIയെ അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നതൊക്കെ ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലി രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ. പക്ഷേ BCCIയിലെ തന്നെ ഒരു ഉന്നതൻ നേരിട്ടിടപെട്ട് വിരാട് കോഹ്ലിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു. അപ്പോഴും ആരാധകർ വലിയ ആശ്വാസത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് വിരാട് കോഹ്ലി തൻ്റെ 14 വർഷം നീണ്ട ടെസ്റ്റ് കരിയറിന് അവസാനമിടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും വെച്ച ടെസ്റ്റ് ബാറ്റർമാരിൽ ഒരാളാണ് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിക്ക് ഇനിയും ഒരു 4-5 വർഷം കൂടി ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടരാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു തലമുറ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണോ വിരാട് കോഹ്ലിയും ഇന്ത്യയുടെ വെള്ളക്കുപ്പായത്തിൽ നിന്ന് അഴിച്ചു വെക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിച്ച ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളത്. പക്ഷേ രോഹിത്തിൻ്റെ പ്രായം വിരാട് കോഹ്ലിയേക്കാൾ അപേക്ഷിച്ച് 2 വയസ്സ് കൂടുതലാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് കരിയറിൽ സമീപകാലത്ത് വലിയ തിരിച്ചടികൾ നേരിട്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ അത്ര കണ്ട് പരുങ്ങലിലായിരുന്നില്ല കാര്യങ്ങൾ. അവസാനം നടന്ന ബോർഡർ ഗവാസ്കർ പരമ്പര അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിറമങ്ങിയതാണെങ്കിൽ കൂടി ആ പരമ്പരയിൽ ഒരു സെഞ്ചുറി ഉണ്ടായിരുന്നു. ഇനിയും ഇംഗ്ലണ്ട് പര്യടനത്തിൽ കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാറ്റ്സിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ 123 ടെസ്റ്റിൽ അദ്ദേഹം ഇന്ത്യക്കായി കളിക്കുകയും അദ്ദേഹത്തിൻ്റെ 900-230 റൺസ്, അതായത് ഇനി 10,000 റൺസ് എന്ന നാഴികക്കല്ലിലേക്ക് വലിയ ദൂരം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം 10,000 റണ്ണൊക്കെ തന്നെ നേടുമെന്ന് അതിനുശേഷം മാത്രമേ ഇത്തരം തീരുമാനങ്ങളിലേക്ക് പോകുന്നു എന്ന് കരുതിയവരുണ്ട്. 30 സെഞ്ചുറിയും 31 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സ്വന്തമായുണ്ട്. ഒപ്പം തന്നെ 46.85 ശരാശരി. അതായത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ക്രിക്കറ്റിലെ തന്നെ ലോക ക്രിക്കറ്റിലെ തന്നെ എക്കാലത്തെയും മികച്ച ടെസ്റ്റ് ബാറ്റർമാരുടെ ഒരു കണക്കെടുത്താൽ അതിൽ ഉറപ്പായും വിരാട് കോഹ്ലിക്കും ഒരു ഇടം ഉറപ്പാണ് എന്നറിയുന്നു. വിരാട് കോഹ്ലി വളരെ അപ്രതീക്ഷിതമായി തന്നെയാണ് ഇങ്ങനെയൊരു വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ഇത് എന്തുകൊണ്ടെന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ, അതായത് ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ രോഹിത് ശർമ്മയ്ക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ബോർഡർ ഗവാസ്കർ പരമ്പരയും അതിനു മുമ്പ് നടന്ന ന്യൂസിലാൻഡ് പര്യടനം അങ്ങേയറ്റം ദുഃഖകരമായിരുന്നു. അതായത് ആ ന്യൂസിലാൻഡിനെതിരെ പരമ്പര തൂത്തുവാരപ്പെട്ടു. ഒപ്പം തന്നെ അദ്ദേഹം നയിച്ച ടെസ്റ്റുകളിൽ അടക്കം തോറ്റ് ബോർഡർ ഗവാസ്കർ പരമ്പരയും പതിറ്റാണ്ടുകൾക്ക് ശേഷം നഷ്ടമാവുന്ന ഒരു അവസ്ഥ കണ്ടു. അപ്പോൾ അദ്ദേഹത്തെ ക്യാപ്റ്റൻസിയിൽ നിന്ന് രോഹിത്തിനെ മാറ്റുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു രോഹിത്തിൻ്റെ വിരമിക്കൽ ഉണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് കോഹ്ലി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി? അദ്ദേഹത്തിന് ടീം മാനേജ്മെൻറ്റിൽ നിന്നോ BCCIയിലെ മറ്റാരെങ്കിലും നിന്നോ തന്നെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം, യുവതാരങ്ങളെ വെച്ച് ഇനി കളിപ്പിക്കാം, ഇല്ലെങ്കിൽ അടുത്ത ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ സർക്കിളിലേക്ക് പോകാം എന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഒരു കൗതുകം എന്തെന്നാൽ 2020 ക്രിക്കറ്റിനോടും രോഹിത്തും വിരാട്ടും ഒരേ സമയത്താണ് അതിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അതായത് 2020 ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ടായിരുന്നു അന്ന് വിരാട് കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപിച്ചത്. തൊട്ടു പിന്നാലെ വാർത്താ സമ്മേളനത്തിന് എത്തിയപ്പോഴാണ് രോഹിത് താനും കൂടി ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നു എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ വർത്തമാന ക്രിക്കറ്റിലെ ഏറ്റവും 2 താരങ്ങൾ, ഇന്ത്യയുടെ എന്നല്ല ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും 2 മികച്ച താരങ്ങൾ, റോക്കോ എന്ന ചുരുക്കപ്പേരിലൊക്കെ തന്നെ അറിയപ്പെടുന്ന രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അങ്ങനെ വിരമിക്കുന്നു. 2 പേരും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. രോഹിത്തിന് പെട്ടെന്നൊരു പകരക്കാരനെ കണ്ടെത്താൻ സാധിക്കുമായിരിക്കും. പക്ഷേ വിരാട് കോഹ്ലിക്ക് ഒരു പകരക്കാരനെ, പ്രത്യേകിച്ച് 4-ാം നമ്പറിൽ ആര് എന്ന ചോദ്യം വലിയ രീതിയിൽ ഉയരും. കാരണം ഇപ്പോഴും യുവതാരങ്ങൾക്കൊന്നും തന്നെ ആ ഒരു പൊസിഷനിൽ വലിയ രീതിയിൽ തിളങ്ങാനായിട്ടില്ല. ഇന്ത്യൻ പിച്ചുകളിൽ വേണമെങ്കിൽ മികച്ച രീതിയിൽ കളിക്കാം. പക്ഷേ വിദേശ പിച്ചുകളിൽ പോയാൽ രോഹിത്തിനെയും കോഹ്ലിയെ പോലെ തന്നെ, അല്ലെങ്കിൽ കോഹ്ലിയെ പോലെ ഇത്തരത്തിൽ നല്ല ബാറ്റ് ചെയ്യുന്ന മറ്റൊരാളെ കിട്ടാൻ വളരെ പാടാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. കഴിഞ്ഞ 14 വർഷം, പ്രത്യേകിച്ച് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ വിരമിക്കലിന് ശേഷം വിരാട് കോഹ്ലി ആ പൊസിഷനിലേക്ക്, സച്ചിൻ ഒരു കാലത്ത് അലങ്കരിച്ചിരുന്ന ആ 4-ാം നമ്പർ പൊസിഷനിലേക്ക് വിരാട് കോഹ്ലി വന്നത് പിന്നെ നമുക്ക് വലിയ തിരിഞ്ഞേണ്ടും നോക്കേണ്ടി വന്നില്ല. വലിയ ആശങ്കകൾ ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ മഹാരഥന്മാരായ സച്ചിനും ഗാംഗുലിയും VVS ലക്ഷ്മണനും രാഹുൽ ദ്രാവിഡും ഒക്കെ തന്നെ വിരമിച്ചിട്ട് പോലും ഇന്ത്യക്ക് ഒരു കാലത്തും റണ്ണിനോ ഇല്ലെങ്കിൽ വിജയങ്ങൾക്കോ ഒന്നും തന്നെ കുറവ് വരുത്തിയില്ല. ക്യാപ്റ്റൻ എന്ന നിലയിലും കോഹ്ലിയുടെ ആ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജയശതമാനമൊക്കെ തന്നെ വളരെ ഉയർന്നതാണ്. ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള ക്യാപ്റ്റനാണ് വിരാട് കോഹ്ലി. ആരെയും ഭയപ്പെടുത്തുന്ന ക്യാപ്റ്റൻ, ഇല്ലെങ്കിൽ സമനിലയ്ക്ക് വേണ്ടി കളിക്കാത്ത, ജയത്തിന് വേണ്ടി മാത്രം പൊരുതുന്ന ക്യാപ്റ്റൻ എന്ന തരത്തിലൊക്കെ
എന്നൊക്കെ തന്നെ വിരാട് കോഹ്ലിയുടെ ആ ഗ്യാങ്ങിനെ വിളിക്കപ്പെട്ടിരുന്നു. വിരാട് കോഹ്ലി ഒരുപക്ഷെ ടെസ്റ്റ് ക്രിക്കറ്റ് കണ്ട ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റൻ എന്ന് പോലും വേണമെങ്കിൽ വിശേഷിപ്പിക്കും. അത്ര കണ്ട് വലിയ വിജയങ്ങൾ പ്രകടനങ്ങൾ വിരാട് കോഹ്ലിക്ക് കീഴിൽ ഉണ്ടായിട്ടുണ്ട്. ധോണിയേക്കാളും സൗരവ് ഗാംഗുലിയേക്കാളും അതിനു മുമ്പ് കപിൽ ദേവിനേക്കാളും ഒക്കെ തന്നെ ഒരുപക്ഷെ വിരാട് കോഹ്ലിയുടെ ടെസ്റ്റ് സ്റ്റാറ്റ്സ് ക്യാപ്റ്റൻ എന്ന നിലയിലും താരമെന്ന നിലയിലും ഏറ്റവും മികച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അങ്ങനെ ഒരു താരം വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. അദ്ദേഹത്തിന് ഇനിയും ഒരു 3-4 വർഷവും ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ഏതൊരു യുവതാരത്തേക്കാൾ ഏറ്റവും നന്നായി തന്നെ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് നിലനിർത്തുന്ന താരമാണ്. അല്ലെങ്കിൽ ഗ്രൗണ്ടിനകത്ത് ഫീൽഡിനകത്ത് അദ്ദേഹം അത്തരത്തിൽ പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു താരം വിരമിക്കുന്നത് വലിയ തിരിച്ചടിയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ഈ തീരുമാനത്തിന് പിന്നിൽ അല്ലെങ്കിൽ മനംമാറ്റത്തിന് പിന്നിൽ ടെസ്റ്റിൽ നിന്നുകൂടി വിരമിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദങ്ങൾ ഇല്ലെങ്കിൽ ടീം മാനേജ്മെൻറ്റിൽ നിന്നോ ഗൗതം ഗംഭീറിൽ നിന്നോ BCCIൽ നിന്നുള്ള ആരെങ്കിലും നിന്നോ തരത്തിൽ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് അറിയേണ്ടത്. നേരത്തെ സൗരവ് ഗാംഗുലിയുമായുള്ള ചില തർക്കങ്ങളെക്കുറിച്ച് ഭിന്നതകളെ തുടർന്നാണ് അദ്ദേഹം ടെസ്റ്റ് ക്യാപ്റ്റൻസി ഒഴിയേണ്ടി വന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ടീമിൽ നിന്ന് അദ്ദേഹം പോകുന്നു എന്ന കാര്യത്തിൽ ഒരു തരത്തിലും അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എങ്ങനെയാണ് കോഹ്ലി പെട്ടെന്നൊരു നാൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആശ്ചര്യമുണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നുള്ളത് തന്നെയാണ്. 4-ാം നമ്പറിലേക്ക് ഇനിയും ഒരു പകരക്കാരനെ അല്ലെങ്കിൽ ആ മിഡിൽ ഓർഡറിലേക്ക് ഒരാളെ പകരക്കാരനെ സ്ഥിരമായി കണ്ടെത്താൻ നമുക്ക് ഇതുവരെയും ആയിട്ടില്ല. നിതീഷ് കുമാർ റെഡ്ഡിയോ ശ്രേയസ് അയ്യരോ സർഫ്രാസ് ഖാനോ ഒന്നും തന്നെ 1-2 മത്സരങ്ങളിൽ തിളങ്ങുന്നതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇതുവരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കാഴ്ചവെച്ചിട്ടില്ല.